കിളിജോത്സ്യമല്ലേ? അതെ, ഒരു കിളിജോത്സ്യനെ കണ്ടു. അപ്പോൾ എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത്, എന്റെ ഭാവിയെ കുറിച്ച് പറയാനുള്ളതെന്നൊന്ന് ചോദിച്ചു നോക്കിയാലോ? സമയങ്ങളോട് നോക്കുമ്പോൾ സമയങ്ങളോട് നോക്കും ആഗ്രഹിക്കുന്ന കാര്യം സോൾവാകുമോ, നന്മകൾ നടക്കുമോ, തീന്മകൾ നടക്കുമോ? അടുത്തുപോയി നിന്നപ്പോ തന്നെ 50 രൂപയാണ് കേട്ടോ കിളിജോത്സ്യത്തിന്. 50 രൂപ കൊടുത്ത് ഭാവിയെ കുറിച്ച് അറിയാം. ശാന്തമായിട്ട് സമാർത്ഥം നിൽക്കാൻ 20 ക്ഷമിച്ച് വിജയിച്ച് വേണം. മക്കളുടെ ഭാവി ലൈഫ് നന്നായി വരും. ഉയർച്ച ഉണ്ട്. ഭൂമി സ്ഥലം പുതുപ്പിച്ച് കിടக்கூடிய ഫലം, ഒരു പ്രമാണ കാര്യം, ധനപ്രശ്നം, ഒരുമിച്ച് ഉയർച്ച. കൃഷ്ണഭഗവാനാണ് വിജയിക്കുമ്പോൾ ഒരുപാട് അലച്ച കഴിഞ്ഞ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ നോക്കി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ആണിന്റെ വാശിയുണ്ട്, എന്താണ് ആണ് വിചാരിക്കുന്ന പോലെ അങ്ങനെ എന്തൊക്കെയാണ്. മഹാദേവനെയാണ് കിട്ടിയത്. അപ്പം എൻ്റെ കൂടെ ഒരു കുടുംബം മൊത്തവും നോക്കി. അപ്പം നമുക്ക് അവരുടെ റിവ്യൂ ചോദിക്കാം. ജയകൃഷ്ണക്ക് സമയം കൊള്ളാമോ, ബാക്കിയുണ്ടോ, ഫലമുണ്ടാണോ? ഞാൻ കുറേ നേരം ആവുന്നല്ലോ എടുക്കാൻ. അയ്യോ, എനിക്കില്ലേ കാണാൻ. അടുത്ത് പോരട്ടെ. ഇല്ലേ? അയ്യോ അമ്മേ ഭഗവാനെ, എന്ത് പറ്റിയടാ? അയ്യോ മോളൊക്കെ എടുത്തിരിക്കുന്ന ഭാഗം നല്ല പാടുന്ന പോലെ. ഭഗവാൻ മഹാദേവനാണ്. ശിവൻ, പാർവതി, മുരുകൻ, ഗണപതി. പുരുഷന്റെ ലക്ഷണത്തിൽ പിറക്കக்கூடிய മോളാണ്. ആണിന്റെ വാശി, ആനയുടെ തന്ത്രം, ആനയുടെ കെട്ടിടം. ഒരു കാര്യം വിചാരിക്കുന്ന അത് സോപ്പിട്ട് മയക്കി കാര്യത്തിൽ വിജയിക്കും. ധനം കൊണ്ട് സാധിച്ചതിൽ മനസ്സുകൊണ്ട് ഉയർത്തും. അമ്പലം, പള്ളി, ജാതി, മതം നോക്കും. മാതാപിത വാക്ക് അനുസരണം, വലിയ വാക്ക് അനുസരണം വിജയിക്കുന്ന മോള്. മറ്റുള്ള ആചാരത്തിൽ പറഞ്ഞാലും കേൾക്കില്ല. കൂട്ടുമംഗന്മാരുടെ സഹകരണത്തെ കുറയ്ക്കണം. ഇരുട്ടത്തെ സഞ്ചാരങ്ങൾ കുറയ്ക്കണം. അതൊക്കെ ജാമീൻ സപ്പോർട്ട് പോകരുത്. മനസ്സിൽ ആശ്രയിക്കുന്ന ദൈവത്തിനെല്ലാം മുഴുക്കി പ്രാർത്ഥിക്കും. ജോലി പുത്രഭാഗ്യം വർഷത്തിൽ പോലെ എന്ത് കാര്യം ശ്രമിച്ചാലും നല്ലതേ നടക്കും. ആപത്ത്, അപകടം 2 ഗ്രഹപ്പഴ കഴിയും. പൊതു ഗ്രഹത്തിൽ കിടக்கூடிய ഫലം, ഇടവിട്ടിടത്തുള്ള യാത്ര, തൊഴിൽ സംബന്ധപ്പെട്ട കാര്യം ഒരുമിക്കും ഉയർച്ച ഉണ്ടാകും. ദോഷമായിട്ടുണ്ട് നമ്മൾ കണവർ ഒരു കാന്തം, മക്കൾ ഒരു ഇരുമ്പും കാന്തം ഒത്തൊരുമിച്ച് ലൈഫ് വിജയിച്ചു പോകും. 3 കുളന്തയ്ക്കും ഫലം, 2ക്കും ഭാഗ്യം കിട്ടും. ദോഷമൊന്നുമില്ല. ആന്റിക്കും എനിക്കും മഹാദേവന്റെ കുടുംബത്തിനെയാണ് കിളിജോത്സ്യത്തിന് കിട്ടിയത്. എന്നെ ആയുസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആന്റിയുടെ ആയുസിനെ കുറിച്ച് വല്ലതും പറഞ്ഞു. 90 വയസ്സ് വരെ ജീവിക്കും. 90. അപ്പൊ എനിക്ക് ഏകദേശം 90 ആന്റി ആദ്യമായിട്ടാണ് കിളിജോത്സ്യം നോക്കണേ? എപ്പോഴും നോക്കൂ. ഇപ്പൊ കേട്ടപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ സത്യമാണോ പറയുന്നത്? വാശി അതൊക്കെ സത്യമായിട്ട് തോന്നി ആന്റിക്ക്. ഇതിനു മുമ്പേയൊക്കെ ആന്റി നോക്കുമായിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ് നോക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരേ കാർഡ് കിട്ടിയ ആൾക്കാരാണ്. സോ അങ്ങനെ ഒരിക്കലും ഓക്കെ ശരി.